ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് യുവാക്കളെ മാത്രം അങ്ങനെ തെറ്റി പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം വന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇന്ന് മുതൽ നമുക്ക് ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറകളൊന്നും മൗണ്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് വരെ റദ്ദാക്കാനായിട്ടുള്ളൊരു നടപടികളിലേക്ക് MVDക്ക് പോകാനായിട്ട് സാധിക്കും. ഈ വാർത്തയാണ് ഞാൻ ഇന്ന് ഏറ്റവും ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ വാർത്ത എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചാൽ, എന്താണ് നിൻ്റെ അഭിപ്രായം, നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പം എന്ത് ചെയ്യും ഇനിയും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞടാ, എന്ത് ചെയ്യാനാണ്, നിയമമല്ലേ, നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കുക തന്നെ വേണം. നമ്മളെല്ലാവരും നിയമത്തിന് താഴെയുള്ളവരാണ്, അപ്പം നിയമം അനുസരിക്കുക തന്നെ വേണം. തുടർന്ന് ഇതിലെന്തെങ്കിലും ഭേദഗതിയോ കാര്യങ്ങളോ വരുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം വേറെ കുറേ അധികം പേരും എന്നോട് ചോദിച്ചു എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ. അപ്പം അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ബൈക്കിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ വണ്ടിയുടെ വീഡിയോകളൊക്കെയാണ്. എന്നാൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളോട് വളരെയധികം ബന്ധമുള്ള ഒരു ടോപ്പിക്കുമാണ്. എല്ലാവരും പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റിൽ നമ്മളുടെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് യൂട്യൂബിലൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആക്ഷൻ ക്യാമറ അവരുടെ ഹെൽമെറ്റിൽ വേണം. അവർക്ക് ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫുട്ടേജ് ആയിരിക്കണം ചിലപ്പോൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ വണ്ടിയുടെ വേറൊരു ആംഗിളിലുള്ള ഫുട്ടേജ് ആയിരിക്കണം അവർക്ക് ചിലപ്പോൾ എടുക്കണമെങ്കിൽ. അവർക്ക് ഈ ഒരു ആക്ഷൻ ക്യാമറ അവരുടെ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു ഫുട്ടേജ് ലഭിക്കുകയുള്ളൂ. അതും അവരുടെ ഒരു കണ്ടൻറ്റാണ്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി ഉണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ ഉപയോഗിക്കുന്നത്. അത് അവരുടെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും തങ്ങളോട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ മോശം അനുഭവം ഉണ്ടായത് എത്രയോ എണ്ണം നമ്മൾ ഇതുപോലെ ആക്ഷൻ ക്യാമറകൾ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ എത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ആക്ഷൻ ക്യാമറയുടെ ഗുണം മൂലം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നടക്കും. അപ്പം എന്തൊരു സംഭവം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മൾ എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുജനങ്ങളെ കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഉണ്ട്. പിന്നീടെന്ന് പറയുന്നത് ഇപ്പോൾ ട്രാവലേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ പോയ സ്ഥലങ്ങൾ, അവർ പോയ റൂട്ട് ഒക്കെ തന്നെ അവർ ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് വേറൊരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ഈ ഒരു ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ യൂസ് ചെയ്യുന്നത് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ ഒരു ആക്ഷൻ ക്യാമറ നമ്മൾ ഹെൽമെറ്റിൽ വെക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളെന്ന്. എന്നാൽ ഈ ഒരു ആക്ഷൻ ക്യാമറ മൂലം തന്നെ ഒരുപാട് അപകടങ്ങളും ദോഷങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് തന്നെ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായ ഒരു അപകടം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആക്ഷൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ സ്പീഡിൽ വണ്ടി ഓടിച്ചത്. അതുമൂലമാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും 3 പേര് മരണപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം നിരവധി ആക്സിഡൻറ്റുകൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അത്രയ്ക്ക് സിവിയർ ആകാത്തതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റുകളുടെയൊക്കെ പുറകിലേക്ക് നോക്കി എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വണ്ടി വേഗതയിൽ ഓടിക്കുക, അല്ലെങ്കിൽ 2 ടിപ്പറിൻ്റെ ഇടയ്ക്ക് കൂടെ വെട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോയി ഇടിപ്പിക്കുന്നത് പോലെ നോക്കിയിട്ട് അതൊരു തമാശയാക്കി മാറ്റുക എന്നുള്ളതൊക്കെ ഈ ഒരു ആക്ഷൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ നമ്മളുടെ യുവാക്കൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് പിന്നീട് അപകടത്തിലേക്ക് വഴിവെക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലായ്മയാണ്. റോഡിലെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ വളരെ തെറ്റായ രീതിയിൽ ആക്ഷൻ ക്യാമറയും അതുപോലെ തന്നെ ബൈക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് ഇതുപോലത്തെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാവരെയും നമുക്കിതുപോലെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് യുവാക്കളെ മാത്രം അങ്ങനെ തെറ്റി പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് റോഡിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്ന്. അവർക്ക് അത്ര ഒരു നല്ല ഒരു ബോധവൽക്കരണം അവർക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദിവസം ഒരു ക്ലാസ് ഉണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഇതാണ് മറ്റേതാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ അവിടെ ഒരു ഓർഡറായിട്ടുള്ള ഒരു നല്ല രീതിയിലൊരു ബോധവൽക്കരണം, ഒരു ക്ലാസ് ഈ യുവാക്കൾക്ക് കൊടുക്കുന്നില്ല ഈ റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട്. ഞാനൊക്കെ ഈ ക്ലാസ്സിന് പോയതിൻ്റെ അന്ന് കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് പോലും ഇല്ലായിരുന്നു. അത്തരം കോമഡികളാണ് MVD ഒക്കെ കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതുപോലത്തെ യുവാക്കൾക്ക് ഒരു ബോധവൽക്കരണം കിട്ടുക? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ നമ്മൾ ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ വെക്കുന്നതല്ല നിരോധിക്കേണ്ടത്. അതിന് പകരമായിട്ട് നമ്മൾ യുവാക്കൾക്ക് അതുപോലെ തന്നെ ലൈസൻസ് എടുക്കാൻ വരുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ ബോധവൽക്കരണം കൊടുക്കുക, എങ്ങനെയാണ് റോഡിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ നല്ല രീതിയിൽ റോഡിൽ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സംഭവം മൊത്തത്തിലങ്ങ് നിരോധിക്കുക, അത് അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ അത് മൊത്തത്തിലങ്ങ് നിരോധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
അപ്പോൾ എല്ലാവരും റൈഡ് സേഫ്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റേതായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേറെ വേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.